എപ്പോഴെങ്കിലും വീഡിയോയിൽ ഇങ്ങനെ അച്ചടി ഭാഷ നേരത്തെ പറഞ്ഞില്ലേ, കൈ എവിടെ വെക്കൂ, നെയ്യ് ഇവിടെ എടുക്കും, ഇല്ല, ഞാൻ സംസാരിച്ച് ഇന്നോട് പറയും. പിന്നെ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസ് അല്ലേ ചെയ്ത്. അപ്പോൾ പറയും റിക്കമെൻഡ് ഉണ്ടാവും. പിന്നെ അല്ല കുഞ്ഞാനെ, എൻ്റെ സ്ലേങ് എങ്ങനെയാണോ അതേമാതിരി ജി ചെയ്താൽ മതി. മാറ്റങ്ങൾ ഇതും വരുത്തിയ പിന്നെ കുഞ്ഞാനെ മാർക്കറ്റ് പോയി. ഞാൻ ഇപ്പോൾ ഒരു ഷോപ്പ് ചെന്നാണ്ട് ഷോപ്പിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നോക്കൂ ഈ സാരി നോക്കൂ, ഈ ബ്ലൗസ് നോക്കൂ, എന്ത് രസമാണല്ലേ, ഇതിന് ഇത്ര വില ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാപ്പാരും ഇത് ഏതാണോ 9 പറഞ്ഞാൽ ചിലപ്പോൾ തട്ടും. എന്താ ഓൻ്റെ വർത്താനം പറയും. നേരെ പൊന്നാൻ ചങ്ങായിമാരെ ഇതിന് 10 റുപ്യ ഇതിന് 20 റുപ്യ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാലോ അത് കത്തും ചെയ്യും. ആളുകള് ഇപ്പൊ ഫോട്ടോ എടുക്കാനൊക്കെ അടുത്ത് വരുമെന്ന് പറയും ഇഷ്ടം പോലെ. എന്നിട്ട് പിന്നെ അവര് പോയിട്ട് നെഗറ്റീവ് കമന്റ് ഇടുക. അതെങ്ങനെ ഉറപ്പിച്ച അവരങ്ങനെ ചെയ്യുന്നുണ്ട്? എന്ത് അത് അങ്ങനല്ല, അങ്ങനെ ചെയ്യണവരും ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ കുറെ മാപ്പ് ചോദിച്ചു വന്നവരുണ്ട്. ഒരുപാട് തെറി കമന്റ് ചെയ്താണ്ട്. ഇപ്പൊ നമ്മളെ പെരീക്ക് ഒരു ടീം വന്നേ, ഒരു ചങ്ങായി പെരീക്ക് വന്നാണ്ടാണ്, ഞാനും ചെമ്മി അജ്ജിന് പോവാണ്, ഞാൻ അന്യ എൻ്റെ അമ്മാനി എൻ്റെ കുടുംബത്തിനെയും പെണ്ണുങ്ങളൊക്കെ പച്ച തെറി പറഞ്ഞത് കാരണം വെച്ച് പൊരുത്തപ്പെട്ട് തരാൻ പറഞ്ഞു. പൊന്നാര ചങ്ങായി ഇജ്ജ് ഏതാണെന്ന് വെച്ചറിയില്ല, ഇജ്ജ് എന്തേലും എഴുതി കൊച്ചൊന്നും കുഴപ്പമില്ല, ഞാൻ ഇഞ്ചെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ പോകും. അതിനൊന്നും യാതൊരു ഈറെ കാര്യങ്ങളൊന്നുമില്ല. ചില കമന്റ് ഉണ്ട് കേട്ടോ, പറ്റ ഇതാണിത്, നമ്മളെ പെരക്കാരെ വിളിച്ചതും ഇതാക്കണമൊക്കെ. ഇന്നെ പറഞ്ഞൊന്നും ഞാൻ മെയിൻ ചെയ്യില്ല. പക്ഷെ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ വിളിച്ചാൽ ചില ഒരുപാട് ഉസുമ്പുള്ളാത്ത ആൾക്കാരുണ്ട്. ഒരു കണ്ണിച്ചോരല്ല ശരിക്ക്, അതാണ് ഒന്നാമത്. നമ്മൾ വല്ലതും കാട്ടിയ മാതിരി. ഞാൻ അന്നേ വരെ ഒരു മനുഷ്യൻ്റെ 10 പൈസ എടുത്തിട്ടില്ല. എന്നാലോ പിന്നെ ചില ഈ വീട് പിന്നെ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിക്കണോ ചോദിച്ചു. ജനങ്ങൾക്ക് എന്തേലും ഇന്നേ വരെ ഒരു ഉപകാരം എന്നെ കൊണ്ട് ഉണ്ടായിക്കണോ ചോദിച്ചിന് ആൾക്കാരോട് പറയുന്നത്, ഇഞ്ച പേജേറ്റ് 2 പേര ഞാൻ ഉണ്ടാക്കി കൊടുത്തിക്കണം, ഒരുപാട് രോഗികൾക്ക് വീഡിയോ ചെയ്ത് കൊടുത്തിക്കണം, ഒരുപാട് വൃദ്ധസദനത്തിന് ലക്ഷങ്ങൾ ഞാൻ എത്തിച്ചു കൊടുത്തിക്കണം. പോരെ? അതുപോലെ. കാരണം ഇഞ്ച അക്കൗണ്ടൊക്കെ കേട്ടോ, അതൊക്കെ അയറ്റാളെ അക്കൗണ്ട്. പിന്നെ ഓരോതും വന്നാണ്ട് നമ്മളിങ്ങനെ സ്ഥാപനം ഉണ്ട്, വീഡിയോ ചെയ്യാം, പിന്നെ വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരെ അക്കൗണ്ട് നമ്പർ ഇട്ടാണ്ട് നമ്മൾ കൊടുക്കും. ഇപ്പോഴും ആളുകൾ സഹായത്തിന് വേണ്ടിയിട്ട് സഹായിക്കുമ്പോൾ അതിൽ ഒറിജിനൽ ആരാ അല്ലെങ്കിൽ ജെനുവിൻ അല്ലാത്തത്, അതായത് സത്യമില്ലാത്ത അങ്ങനത്തെ വരുമ്പോഴാണ് പേടി. ഞാനതിന് വല്ലാതെ അങ്ങനെ ഇത് ചെയ്യല്ല. പിന്നെ നമുക്ക് അറിയണ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലാതെ ഞാൻ പോയാണ്ട് ഞാൻ ചാരിറ്റിക്കാരനൊന്നുമല്ല, ഞാൻ ഒരു ചാരിറ്റിക്കാരനുമല്ല. നമ്മൾ നല്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പാവം പിടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കും. അതിന് അൽഹംദുലില്ലാ ഒരുപാട് പൈസ ആയിട്ടാക്ക് വരും ചെയ്യും. പക്ഷേ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നാളെ നമ്മളെന്താട്ടും ഇവർ ചവിട്ടും ചെയ്യുകയെ. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിക്കണ്. പട്ടാമ്പി ഭാഗത്ത് നമ്മളെ ഫിറോസ് കുന്നംപറമ്പിൽ അറിയില്ലേ? മൂപ്പര് ഇതേമാതിരി പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാണ്ട്. അപ്പോൾ നമ്മളൊരു സജീർ പറഞ്ഞൊരു പിന്നെ നമ്മളൊരു പയ്യനൂർക്കാരുണ്ട്, ഞാൻ ഓനും പോയാണ്ടാണ് വീഡിയോ ചെയ്യണത്. ആ താത്താൻ്റെ മാപ്പിളക്ക് ബ്രെയിൻ ട്യൂമർ ചെയ്യുന്നു. മാനേച്ച 5 ലക്ഷം മതി, അതിലേറെ ഒരു ഉറുപ്പ്യ വേണ്ട, അത് അർഹതപ്പെട്ടവർക്ക് പിന്നെ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങളല്ല പിന്നെ നമ്മൾ ആർക്കാച്ച നമ്മൾ കൊടുക്കുക, രോഗികൾക്ക് തന്നെ ഈ പൈസ കൊടുക്കുക. അതുകൊണ്ട് താത്ത കരഞ്ഞ് കണ്ണീര് കുടിച്ചാണ്ട് ഒരു വീഡിയോ ഇട്ട് കൊടുത്തു. കാരണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മഹല്ല് കമ്മിറ്റി, നാട്ടുകാർ എല്ലാവരും ഉണ്ടാവും, ക്ലബ്ബത്തെ ആൾക്കാർ വരെ ഉണ്ടാവും, രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. വീഡിയോ ഇട്ട് താത്താൻ്റെ 25 ലക്ഷം വന്ന് താത്താനെ പിന്നെ നമ്മൾ പോവാണല്ലോ. പൈസ എന്നത് ജനങ്ങളാണ്. ജനങ്ങളോട് പറയണം എത്ര പൈസ കിട്ടിയിരിക്കണെന്നുള്ളത്. ഇതൊക്കെ നമ്മളെ കജ്ജിൽ എണ്ണ അടിച്ച് കജ്ജത്തെ പൈസ എടുത്ത് എണ്ണ അടിച്ചാണ്ടാണ് പോണത്. ഇവരെ സഹായിച്ചാൻ വേണ്ടി ഒരു ഉറുപ്പ്യ ചായ അടിച്ചാൻ വരെ നമ്മൾ വാങ്ങണില്ല. പൈസ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താട്ടി അറിയോ, ആ ഊച്ചി പെരമ ലോണുണ്ട്, എൻ്റെ മകളെ പണ്ട ലോണിലാണ്. അങ്ങനെ താത്ത നിങ്ങൾ ബാക്കിയുള്ള പൈസ നിങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ട് കുറേ രോഗികൾ, നിങ്ങൾ ഓർക്ക് കൊടുത്താൽ മതി, അത് നിങ്ങൾ ബാങ്കിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ആരാണ് ഇതിന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെറിയ കമന്റ് വരും, ഇവനെ മഹലിൽ നിന്ന് പുറത്താക്കണം പറയും. അപ്പോൾ നമ്മൾ മഹലത്തെ നമ്മളെ പിന്നെ മൂലിയൊരുട്ടുണ്ട്, ഈ കുട്ടിക്കും വേണ്ടിയാണ്ട് ഒരു വീടിനൊരു വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ആ മഹലിൽ പറഞ്ഞേക്ക് ഞാൻ ആ വീഡിയോ ചെയ്തെടുത്തു. ആ കുട്ടിക്ക് ഇപ്പോൾ പെരിയായി. അതുപോലെ നമ്മളെ പേജ് കൊണ്ട് ഉണ്ടായതാണത്. വീട്ടിലുള്ള ഭാര്യ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഈ സ്ത്രീകളെ മുഖം കാണിക്കുന്നതിനൊക്കെ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അതങ്ങനെയാണെന്നല്ലേ ഞാൻ പറയുന്നത്. അവര് വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടാറില്ല. ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഒരേ സെറ്റ് കമന്റ് തന്നെ വന്ന് ടൈപ്പ് ചെയ്യുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ കമന്റ് ചെയ്യുന്നുണ്ട്, ഒരേ മാതിരിയില്ല കമന്റ്. ഇച്ചതിന് കൂട്ടാക്രമണമാണ്. ഇഞ്ചത് ഏതോ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇഞ്ച ലിങ്ക് ഇട്ടാണ്ട് അതിന്നും കിട്ട് തുടങ്ങാണ് ഇതുകൊണ്ട് പെരുന്തെറി. പക്ഷെ ഞാൻ ആ തെറിയൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. മക്കളുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടില്ലേ? ആയിട്ടാത് ഞാൻ ഒക്കെ ഡിലീറ്റ് ചെയ്യും. മക്കളല്ലേ,
പിന്നെ ജെസ്സിൻ്റെ ഇതിലാണെങ്കിൽ പെണ്ണുങ്ങളിൽ നിന്നും പിന്നെ കുറേ ഒഴിവാക്കും. ജെസ്സിത്തെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണോ? അതൊരു പാവാണ്, നമ്മളെ കാര്യത്തിനും വേണ്ടിയാണ്ട് എപ്പോഴും മുന്നിക്കുണ്ടാവും. 22 വയസ്സിലല്ലേ കല്യാണം കഴിക്കുന്നത്? അപ്പൊ തൊട്ടേ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്നും കുറച്ച് ഓവറാണെന്നൊക്കെ ഒരു സമയത്തും പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ? ഇന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഇന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ കമന്റിലെ ആളുകൾ പറയുന്ന പോലെ പറഞ്ഞിട്ടേ ഇല്ല. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് വേറെ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. സൗദിയിലായിരുന്നു. സൗദിയിൽ നിന്ന് ഉംറക്ക് പോയാണ്ട് പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞാണ്ടാണ് വരുന്നത്. അന്നാണ് കല്യാണം കഴിച്ചത്. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പലർക്കട ഇട്ടു, അത് ആകെ പോയി. അത് കഴിഞ്ഞ് പിന്നെ എല്ലുമണ്ടിയിൽ പോയി. എല്ലുമണ്ടിയിൽ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. കോട്ടക്കൽ വാവാക്കാൻ്റെ ലോറിയിലാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞ് ഗ്യാസ് വണ്ടി കയറി ഒരു 4 കൊല്ലം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സൗദിക്ക് പോയത്. എന്തൊക്കെ പണിയെടുത്തിട്ടുണ്ട് ഈ യൂട്യൂബറും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും? ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെ കൈത്തൊഴിൽ പറഞ്ഞാൽ ടൈലറിംഗ് ആണ്. ഞങ്ങളെ കുടുംബത്തിലെ എല്ലാവരും ടൈലർമാരാണ്. എന്നുവെച്ചാൽ വാപ്പ വല്ലിപ്പ എല്ലാവരും ടൈലർമാരാണ്. ഞാനും ടൈലറാ. ഷർട്ടൊക്കെ തയ്ക്കും? ഷർട്ട് പാൻറ്റൊക്കെ അടിച്ചു ഞാൻ. ഇതുവരെ ഞാൻ ആരോട് പറഞ്ഞിട്ടുമില്ല. വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ വാപ്പൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ കൊല്ലങ്ങളോളം ടൈലറാണ്. ഞങ്ങൾ ഗൾഫിലൊക്കെ ടൈലർമാരായിരുന്നു. ഗൾഫിലൊക്കെ 4-5 കൊല്ലം നമ്മൾ ടൈലർ പണി എടുത്തിട്ടുണ്ട്. സൗദി പോകുമ്പോൾ അവിടെ എന്തായിരുന്നു ജോലി? ഇപ്പം എൻ്റെ ഒപ്പം ലോഡ്ജ് ഉണ്ടായിരുന്നു. ഹറമിന്റെ മുമ്പിലായിരുന്നു നമ്മളെ മക്കത്ത്. അപ്പൊ ആ ലോഡ്ജത്തെ പണിയെടുക്കും. ഇപ്പം എൻ്റെ ടൈലർ ഷോപ്പ് ഉണ്ട്, അതിലത്തെ പണിയെടുക്കും. ഇപ്പൊ കേൾക്കുന്നു നാടൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നേക്കായിട്ട് ഗൾഫ് പോവാണ്, അവിടെ സെറ്റിൽ ആവാൻ പോവാണ് കുഞ്ഞൻ പാണ്ടിക്കാടെന്ന്. അതൊന്നുമില്ല. വിസ എപ്പോഴും ഉണ്ടിച്ചു സൗദിയിൽ. ഞാൻ ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുന്നേ പോയി വന്നത്. എനിക്കവിടെ വിസ കാര്യങ്ങൾ ഞാൻ ക്യാൻസൽ ആക്കാൻ വേണ്ടി പോയ മനുഷ്യനാണ്. പക്ഷെ ഗൾഫിൽ ക്യാൻസൽ ആക്കൊന്നും വേണ്ടായിരുന്നു. എന്നാണ് ഇപ്പൊ ഈ ഫേസ്ബുക്കും ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെ പോകണ്ടേ. അപ്പൊ ഞാൻ തൽക്കാലം ഞാൻ ക്യാൻസൽ ആക്കിയിട്ടില്ല. യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുന്ന വരുമാനം ഉണ്ടല്ലോ, അത് എന്താ പറയാ, ഇപ്പോഴും എല്ലാ സമയത്തും അത് വരുന്ന സമയത്ത് ഈ ഒരു വിഭാഗം ഈ ആളുകൾക്ക് സഹായിക്കാനും ഇതാക്കാനും വേണ്ടി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പിന്നെ ഇതിൽ സഹായത്തിൻ്റെ വീട് ഇപ്പം ഇഞ്ചതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടലൊന്നുമില്ല. നമ്മൾ കൊടുക്കണതിനാ വേറെ അറിയണത്. പക്ഷേ ഈ പിന്നെ വൃദ്ധസദനം ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണത് ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കും. അത് കണ്ടാണ്ട് വേറെ കാരണം ഈ വീഡിയോ എടുക്കണ പറഞ്ഞാൽ ഈ പിന്നെ വൃദ്ധസദനൻ്റെ അക്കൗണ്ട് നമ്പറും ഞാൻ വെക്കും. അങ്ങനെ ആകുമ്പോൾ എന്താട്ടി ഇവർക്കും പൈസ വരുമല്ലേ. പിന്നെ മനസ്താപല്ല ഏതെങ്കിലും ഒരുത്തം ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കും 10 രൂപ കിട്ടുന്ന കാര്യമല്ലേ. ഇപ്പൊ പണ്ടത്തെ കുഞ്ഞൻ പാണ്ടിക്കാടല്ല, ഇപ്പൊ ഒരുപാട് പൈസയും പ്രൊമോഷനൊക്കെ ആയി. ഇപ്പൊ എന്താ ആളാകെ മാറിപ്പോയി അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ടോ? അത് ജാടയാണ് എല്ലാവരും. ജാടയാണ്, ഒരു റൗഡിയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കമന്റിലോട്ട്. അത് നേരിട്ടാണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അറിയണവർക്ക് ഇനി അറിയാം. ഇപ്പൊ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഒറോമ്പറ സുൽത്താനി അറിയും. പാണ്ടിക്കാട് നിന്ന് കറക്റ്റ് 1 കിലോമീറ്ററാണ്. നമ്മളെ പഞ്ചായത്ത് ഇതൊക്കെ പാണ്ടിക്കാട് തന്നെയാണ്. അവിടെയാണ് നമ്മൾ വരിക. അപ്പോൾ നമ്മളെ നേരം പുറത്താ ചെറുക്കന്മാരൊപ്പം ഇരിക്കുന്നുണ്ട്, കളിച്ചാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ എപ്പോഴും ഇരിക്കും. ഈ പുള്ളിത്തുണി ഇതുട്ടാണ്ട് ഞാൻ അവിടെ ഉണ്ടാവും. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുമ്പോൾ വണ്ടിയൊക്കെ നിർത്തി വരും. അപ്പോൾ നാട്ടുകാരെ ചിലപ്പോൾ കളിയാക്കും. അതാടാ വന്നിക്കണടാ, എൻ്റെ ആൾക്കാർ വന്നിക്കണ ഇങ്ങനെ